പോയിക്കോ. മത്സരത്തിനും പങ്കെടുക്കാത്ത ടോപ്പി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള എമ്മിയും കൂടി ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കും. ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം എന്ന് വെച്ചാല് ഞങ്ങളുടെ ഈ എമ്മിക്കുട്ടി ഉണ്ടല്ലോ, ആരോടും പറയാതെ നാടോടി നൃത്തത്തിന് പേര് കൊടുത്തിട്ട് ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ ആട്ടോ. ഇന്നലെ ടീച്ചർ ലിസ്റ്റ് ഇടുമ്പോൾ ആണ് നമ്മൾ അറിയുന്നത് നാടോടി നൃത്തത്തിനുണ്ടെന്നല്ലേ. അതായത് നാടോടി നൃത്തത്തിന് ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആള് സ്വന്തമായിട്ട് മാറി, എനിക്ക് പഠിക്കാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞ് ഈ കളത്തിൽ മാറിയിട്ട് ഇന്നലെ ലിസ്റ്റ് വന്നപ്പോഴേ നാടോടി നൃത്തം എമ്മി മുറിയ ലോപ്പസ്. അപ്പൊ ഞാൻ നാടോടി നൃത്തം മാത്രമല്ല, ആ ടീച്ചർ തന്ന ലിസ്റ്റിൽ എല്ലാത്തിലും എമ്മിക്കുട്ടി ഉണ്ട്. വേറൊരു കോമഡി ഉള്ളത് വെച്ചാൽ സംഘഗാനത്തിന് ഉണ്ട്. അപ്പൊ കുറെ പിള്ളേരുണ്ടായിരുന്നു. അപ്പം അവരെല്ലാരും കൂടെ സംഘഗാനം പഠിപ്പിച്ചിട്ട് നമ്മുടെ എമ്മിക്കുട്ടി മാത്രമാണ് സംഘഗാനം പാടണേ. അപ്പൊ സംഘഗാനം ഒറ്റക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് സംഘഗാനം ക്യാൻസൽ ചെയ്ത് പിന്നെ ഉച്ചകഴിഞ്ഞ് സിംഗിൾ മറ്റേ നമ്മുടെ ലളിതഗാനം ഉണ്ട് കേട്ടോ. നാളെ മോളുടെ ഉണ്ട്. അപ്പൊ ഇന്ന് റബേക്കൊക്കെ ക്ലാസ്സിൽ പോണം, യൂണിഫോം ഒക്കെ ഇട്ട് പോണം. അപ്പൊ ഇന്നലെ രാത്രിയാണ് ഞങ്ങള് കൺഫേം ചെയ്യുന്നത് ഇന്നാണെന്നുള്ളത്. രാത്രി ഒരു 10 മണിയൊക്കെ ആയോ, അതിന് മുന്നേ അല്ലേ, 10 മണി ആയില്ല, അതിന് മുന്നേ ടീച്ചർ ആ സമയത്ത് ടീച്ചർ വീട്ടിൽ വന്നിട്ടാണ് പാട്ട് നാളെയാണെന്നൊക്കെ പറയണേ കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇതേ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ഈ കോലത്തിലാക്കി കൊണ്ടുപോവാണ് കേട്ടോ. രാവിലെ മുതൽ തിരക്കായിരുന്നു. അപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോ ശരിക്കും 9 മണിയാകുമ്പോ 10 മണി ഇറങ്ങാ. യോഗ കാണിക്കാൻ അറിയാൻ പാടില്ലേ, ആദ്യം ഇങ്ങനെ കാണിച്ചേ, എന്നിട്ട് ഇങ്ങനെ കാണിച്ചേ, എന്നിട്ട് അങ്ങനെയും കാണിക്കുന്നു യോ അല്ലേ. അതല്ല യോ അല്ല, നമുക്ക് അവിടെ ഡാൻസ് കളിക്കേണ്ടതാണ്. അനങ്ങാതെ ഇരിക്കും, സീറ്റിലിരിക്കാൻ കുട്ടി. എനിക്ക് പേടിയാണ്. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ഇതിനെയൊക്കെ കൊണ്ടുള്ള പാടി. എമ്മിക്കുട്ടി ആദ്യമായിട്ട് കയറും കേട്ടോ. ആദ്യമായിട്ടാണ് എമ്മിക്കുട്ടി ഡാൻസ് കളിക്കുന്നത്. എമ്മിക്കുട്ടി സ്റ്റേജിൽ പാടുന്നത് ഇതിനു മുമ്പ് തന്നെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അത് ഞാനും എമ്മിക്കുട്ടിയും കൂടി ഒരു പാട്ട് പഠിച്ചു കേട്ടോ ടോപ്പി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാടാൻ നിൽക്കുമ്പോഴാണ് പേര് വിളിച്ചപ്പോഴേ എമ്മിക്കുട്ടി ഒറ്റ പോയി പാടിയേക്കണം. അന്നേരം ഞാൻ അവിടെ വെച്ചേ നമ്മള് നിലമ്പൂര് പോയപ്പോ അത് ഞങ്ങൾ ഒരുമിച്ച് പാടാൻ പഠിച്ച പാട്ടാ. ആ പാട്ട് തന്നെ ലളിതഗാനം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് സിനിമ പാട്ടാ പാടുന്നത്. അപ്പൊ ടീച്ചറിനോട് നമ്മൾ ടീച്ചർ ഇയാക്കായിട്ട് ലളിതഗാനം എന്ന് അറിയത്തില്ല, ലളിതഗാനത്തിന് പേര് കൊടുത്തേക്കാണ്. അപ്പൊ ടീച്ചർ പറയണ എന്തായാലും സാറിൽ എന്തെങ്കിലും പാടട്ടെ എന്ന്. പിന്നെ ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ വന്നിട്ടുണ്ടാവൂടാ. ഇതേ കുറച്ചുപേരൊക്കെ അവിടെ ഉണ്ടല്ലോ. നിന്റെ കൂട്ടുകാരാണോ നമുക്ക് നോക്കാം. മോളിറങ്ങും, ഞാൻ നിങ്ങള് പോട്ടെ. എമ്മിനോട് പറ ഡോപ്പി പോവാണ് കേട്ടാ. ഡോപ്പി പോയിട്ടോ. എന്തായി മൂസേ നടന്നോ മുമ്പോട്ട് കയറി നടക്ക്. എങ്ങോട്ടാ പോണേ? എന്നാ അങ്ങോട്ട് പോയിക്കോ. ഡോപ്പി പോവാട്ടോ. സ്നേഹ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഒരു വാക്ക് നമ്മുടെ ഹെഡ് മിസ്ട്രസ് 2005 ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. എത്രയും വേഗം നടന്നു ഓടണ്ട കൊട്ട പോ. കൂട്ടുകാരോട് ഇരിക്കാം. നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഡ്രസ്സ് മാറി ഉടനെ വരാം. കൊച്ചു കളിച്ച് നല്ലോണം കളിച്ച്. കൊച്ചു കൊട്ട കൊണ്ടേ മുമ്പിലോട്ട് വെച്ചില്ല, അതുകൊണ്ട് അതിന്റെ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കേണ്ടി വന്നു. എന്നാലും കളിച്ചട്ടാ, അവള് ഇന്നലെ രാത്രി പഠിച്ച് കളിക്കണല്ലേ. ഒരു ഹായ് പറഞ്ഞേ.
ഇതാണ് ഞങ്ങളുടെ എമ്മിക്കുട്ടിയുടെ അന്നാഗ്ലാടി അല്ലേ അന്നാഗ്ലാടി? എമ്മി അടുത്ത പാട്ട് പഠിച്ചാ? വാ അമ്മ നമുക്ക് പാടിക്കൊണ്ട് പോവാടാ, അല്ലെ മറന്നു പോവും എമ്മി. കർമ്മവും ശ്രുതിവേദമന്ത്രവും കർമ്മവും ശ്രുതിവേദമന്ത്രവും എളിയവേ പൈതൃകം ധന്യമായി മാറണം. തറവാട്ടിലെ തറവാട്ടിലെ നാലകങ്ങൾ നീല നീയോടണം. എന്തോപ്പാ? അയ്യോ പേടിച്ചിട്ട് കുഞ്ഞിന്റെ കൈയൊക്കെ തണുത്തന്നു. ഞങ്ങളങ്ങനെ കഴിഞ്ഞ് എന്താണിപ്പാ എങ്ങനെയൊക്കെയോ പാടിയല്ലേ കൊച്ചു? എങ്ങനെയൊക്കെയോ പാടിയാ പാടിയാ? മത്സരത്തിനും പങ്കെടുക്കാത്ത ടോപ്പി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള എമ്മിയും കൂടി ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ടോപ്പി? ഇത് മത്സരത്തിൽ പങ്കെടുത്ത എമ്മി കുട്ടാ വിശന്ന് പോയി കൊച്ചിന്. വണ്ടിയിൽ വെയിറ്റ് ചെയ്ത് നടന്ന ടോപ്പിക്ക്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കലോത്സവത്തിലെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് തലകറി ഇരിക്കല്ലേ. എൻ്റെ ഈ ഇവിടെ മടി കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, ഈ തലവഴി മൂടിപ്പോച്ച് കിടക്കുന്നത് ഞങ്ങളുടെ റബേക്ക കുട്ടി പനി പിടിച്ചു പോയി. നാളെയാണ് അവളുടെ ഡാൻസ്. അപ്പോൾ പക്ഷെ പനി പിടിച്ചു പോയി. ഞങ്ങൾ എന്നാലും കളിക്കും കേട്ടോ, എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എമ്മിക്കിട്ടേ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് നല്ല ചുന്നരി കുട്ടിയായിട്ടിരിക്കുന്നത്. കാണുന്നില്ല നേരത്തോട്ട് വരും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാളത്തെ നമ്മളുടെ ഇന്ന് നമ്മൾ ഇട്ടേക്കുന്ന കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് ബട്ടൺ വിലയിൽ പോയി കാണണം. നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നാളത്തെ വീഡിയോ ആയിട്ട് കാണുവേ. ടേക്ക് കെയർ, ബൈ.